ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനായി വഴിപാടും പൂജയും. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി റെജോ വള്ളംകുളമാണ് ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും പള്ളിയിൽ പ്രാർത്ഥനയും നടത്തിയത്. നന്നൂർ ദേവീക്ഷേത്രത്തിലാണ് ശത്രുസംഹാര പൂജയും ഭാഗ്യസൂക്താർച്ചനയും യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയിൽ മൂന്നിന്മേൽ കുർബാനയും നടത്തി. രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയും പ്രാർത്ഥനയും എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിശദീകരണം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണെങ്കിലും വളർന്നു വരുന്ന ഒരു നേതാവിനെ തേജോവധം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെന്നാണ് റെജോ പറയുന്നത്. രാഷ്ട്രീയപരമായിട്ടല്ലെന്നും വ്യക്തിപരമായിട്ടാണ് ഈ പൂജകൾ ചെയ്തതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അയോഗ്യതാ നടപടികൾ നീളുമെന്നാണ് വിവരം. രാഹുലിനെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള നടപടികൾ സങ്കീർണമാണ്. വിഷയത്തിൽ ലഭിക്കുന്ന നിയമോപദേശം നിർണായകമാകും. നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടി തുടങ്ങിയാൽ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ അതിജീവതിയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നും പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. താൻ കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെങ്കിൽ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിയുടെ രൂപത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും രാഹുലിന്റെയും പരാതിക്കാരുടെയും ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഇന്നലെ നടന്ന ഡിവൈഎഫ്ഐയുടെ തീപാറും പ്രതിഷേധത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒന്ന് വാടിപ്പഴുത്തു എന്ന് തന്നെ പറയണം. പോലീസ് നന്നേ പാടുപെട്ടാണ് സുരക്ഷ ഒരുക്കിയത്. ഡിവൈഎഫ്ഐയുടെ ഉശിരൻ പ്രതിഷേധത്തിൽ പോലീസും അമ്പരന്നു. ഇതിനെല്ലാം കാരണം പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനെതിരെ അനാശാസ്യമെന്ന് വിളിച്ച് രംഗത്ത് വന്നതാണ്. 2 മണിക്കൂറോളമാണ് മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചത്. ഇതിനിടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവും നടക്കുന്നുണ്ടായിരുന്നു. വയറേറിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവും രാഹുൽ മാങ്കൂട്ടത്തിലിനുള്ള മുന്നറിയിപ്പായി. പിന്നീട് റിമാൻഡിലായ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ചൂട് രാഹുൽ അറിഞ്ഞു.